ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കൊതുകിനൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാത്ത സ്ക്രബ്ബറാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കത്തിയൊക്കെ എങ്ങനെ പെട്ടെന്ന് മൂർച്ചയാക്കി എടുക്കുക എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള കത്തികളൊക്കെ മുറിച്ചാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാത്ത ഒരു കത്തിയാണിത്. അപ്പോൾ അതൊന്ന് ഇവിടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നല്ല പോലെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളുടെ കത്തിയൊക്കെ നന്നായിട്ട് തന്നെ മൂർച്ചയായി കിട്ടും. ഇതുപോലത്തെ സ്ക്രബ്ബറൊക്കെ നമ്മളുടെ കിച്ചണിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് തന്നെ നമുക്ക് മൂർച്ചയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഞാനിവിടെ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ മാറി നല്ല നമുക്ക് മൂർച്ചയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ടിപ്പ് ചെയ്തെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൊതുകിനെയും പല്ലീനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമ്പു ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഗ്രാമ്പു നമ്മൾക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടികല്ലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതല്ല എങ്കിൽ ഇതുപോലെ ഇടികല്ലിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേ ഞാനിവിടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് കുറച്ചധികം ആക്കി ഒന്ന് എടുത്താൽ മതിയാകും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിലോ അതല്ലെങ്കിൽ കടുകെണ്ണ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. അതിനുശേഷം നമ്മളുടെ ഈ ഗ്രാമ്പുവിൻ്റെ പൊടിയും ഈ എണ്ണയും കൂടെ നല്ല പോലെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചൂടാക്കിയിട്ടില്ല, ഞാൻ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മിക്സ് ഞാനിവിടെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലെ ഒരു സവാളയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു ഹോള് പോലെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ തോട് മുറിഞ്ഞു പോവുകയും ചെയ്യരുത്. ഉള്ളിലുള്ള ഈ ഉള്ളിയുടെ ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കും വേണം. ആ ഒരു രീതിക്ക് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കത്തി വെച്ച് എടുക്കുന്നതിനെക്കാട്ടും സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു തിരിയും കൂടെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ മിക്സിൽ നമ്മളുടെ ഈ തിരി നല്ല പോലെ ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മുക്കി കൊടുക്കണം. നല്ല പോലെ നനവ് നമ്മളുടെ തിരിയിലേക്ക് വരണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ നല്ല പോലെ ഈ ഓയിലിൽ മുക്കിയെടുത്ത് നമ്മളുടെ ഈ തിരി സവാളയുടെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഈ മിക്സ് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സവാളയുടെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഗ്രാമ്പൂവിൻ്റെ പൊടിയെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. നമ്മൾ ഓയിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഗ്രാമ്പൂവിൻ്റെ പൊടി ചേർത്ത് വേണം കേട്ടോ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നമ്മളുടെ സവാളയുടെ മുകൾ ഭാഗം വരെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു മൂടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവാള കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വീടിനകത്ത് സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ പകൽ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കൊതുകിൻ്റെ ശല്യം എവിടെയാണോ കൂടുതൽ കാണുന്നത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹോളിലാണ് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ
ഇനി നമുക്ക് സവാള വെച്ചിട്ട് തന്നെയുള്ള നെക്സ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സവാളയുടെ തോലൊക്കെ നന്നായിട്ട് തന്നെ പീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഇതായിട്ടൊരു ഹോള് പോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടിഭാഗവും ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ സവാള നമുക്ക് നമ്മളുടെ കൊതുകിനൊക്കെ ഓടിക്കാനായിട്ടുള്ള ടിപ്പിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഗ്രാമ്പു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലുള്ള ഗ്രാമ്പു എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ മേടിച്ച് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല സ്മെല്ലുള്ള ഗ്രാമ്പു എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുത്തി വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിയുടെ ആ നീരും അതുപോലെ തന്നെ ഗ്രാമ്പുവിൻ്റെ ആ സ്മെല്ലും കൊണ്ട് തന്നെ നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ നല്ല പോലെ ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഫസ്റ്റ് കാണിച്ച ടിപ്പിനെക്കാട്ടും ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചുറ്റുഭാഗത്തും നന്നായിട്ട് തന്നെ ഒരു 5-6 എണ്ണം കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ മുകൾ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഉള്ളിയുടെ നീരൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ സവാളയുടെ എല്ലാ ഭാഗത്തും ഗ്രാമ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എവിടെയാണോ കൊതുകിൻ്റെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ കിച്ചണിലാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷമോ അതല്ല എങ്കിൽ ഒരു ചെറിയ മൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ഈ സവാള വെച്ചിട്ടോ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലാണ് കൂടുതലായിട്ട് കൊതുകിൻ്റെ ശല്യം ഉള്ളതെങ്കിൽ അവിടെയും ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇത് നമുക്ക് 1-2 ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.